ഹായ്, ഞാനിന്നിവിടെ ഒരു ബജ്ജിയാണ് ഉണ്ടാക്കുന്നത്. ഈ വാഴയ്ക്ക ഉപയോഗിച്ചാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കാറില്ലേ, അതുപോലെ തന്നെ വാഴക്കായ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ബജ്ജിയാണിത്. മൈദയ്ക്ക് പകരം ഞാൻ കടലമാവാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇനി ഇതിന് എന്തൊക്കെയാണ് ആവശ്യമെന്ന് നമുക്ക് നോക്കാം. വാഴക്കായ് ഒരെണ്ണം നീളത്തിലരിഞ്ഞത്, കടലമാവ് 100 ഗ്രാം, മുളക് പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല ഒരൽപ്പം, സോഡാപ്പൊടി ഒരൽപ്പം, കായപ്പൊടി 2 നുള്ള്, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ വറുക്കാൻ ആവശ്യത്തിന്, വെള്ളം ആവശ്യത്തിന്. ആദ്യം നമുക്ക് ഈ വാഴയ്ക്ക ഒന്ന് അരിഞ്ഞെടുക്കാം. ആദ്യം ഈ വാഴക്ക 2ആയിട്ട് മുറിക്കുക. അതിനുശേഷം ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കുക. സ്ലൈസർ ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ച് ചീകി വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിങ്ങനെ നീളത്തിൽ മുറിച്ചെടുക്കുന്നതേ ഉള്ളൂ, കത്തിയുണ്ട്. സ്ലൈസറിൽ മുറിക്കുമ്പോൾ കുറച്ചുകൂടെ കനം കുറഞ്ഞ് നമുക്ക് കിട്ടും. ഇനി നമുക്കിത് മുഴുവനും ഇതുപോലെ മുറിച്ചെടുക്കാം. ഞാൻ വാഴക്ക എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടലമാവിലേക്ക് എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് നോക്കാം. അതിലേക്ക് ഞാനൊരല്പം സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 പിഞ്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരല്പം ഗരം മസാല ചേർക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഗരം മസാല ഓപ്ഷണലാണ്. ഗരം മസാല ശരിക്കും ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇനി ആ കടലമാവിൻ്റെ ഒരു മണം മാറാനും വേണ്ടി മാത്രമാണ് ഞാൻ ഒരല്പം ഗരം മസാല ചേർക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കിയെടുക്കാം. വെള്ളം കുറേശ്ശെ ഒഴിച്ച് വേണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. വെള്ളം കൂടി പോകരുത്. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ബജ്ജി നന്നായിട്ട് പൊങ്ങി വരികയില്ല. ഇത് കണ്ടില്ലേ, ഞാനിപ്പോൾ പാകത്തിനിത് കലക്കി വെച്ചിട്ടുണ്ട്. വെള്ളം കൂടിയിട്ടൊന്നുമില്ല. ഇത്രയും കട്ടിയിൽ വേണം കലക്കിയെടുക്കാൻ. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ ഈ പാത്രം ഒന്ന് ചൂടാകാൻ വയ്ക്കുകയാണ്. പാത്രം നന്നായിട്ട് ചൂടായത് ഞാനതിലേക്ക് ബജ്ജി വറക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. നമുക്ക് എണ്ണ ചൂടായി ഒന്ന് നോക്കണ്ടേ. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വാഴയ്ക്ക ഓരോന്നും ഈ മാവിൽ മുക്കിയിട്ട് എണ്ണയിലേക്കിട്ട് വറുത്തെടുക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് കൈ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഫോർക്ക് കൊണ്ടോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും അത് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ആദ്യം ഇടുന്നത് കൊണ്ട് അതിൻ്റെ അടിഭാഗത്തൊന്ന് പിടിച്ചിട്ടുണ്ട്. പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് 2-3 ബജ്ജി വറുത്ത് കോരുമ്പോഴേക്കും അത് ശരിയാകും. പിന്നീട് അത് താഴെ ഒട്ടിപ്പിടിക്കുകയില്ല. ഇതിപ്പോൾ ആയിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഈ വാഴയ്ക്ക് നമ്മൾ സാമ്പാർ കായ എന്ന് പറയാറില്ലേ, അത് തന്നെയാണിത്. പക്ഷേ ഈ കായ് സാമ്പാറിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ സാമ്പാറിന് തന്നെ വേറൊരു ടേസ്റ്റായി പോകും. അവിയലൊക്കെ ഉണ്ടാക്കാൻ ഈ കായ് ഒത്തിരി നല്ലതാണ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ. നല്ലൊരു 4 മണി പലഹാരമാണ്. ചായയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു പലഹാരമാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിനടുത്ത് തന്നെ ഒരു ബെൽ ഐക്കൺ ഉണ്ടാകും. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ, മറക്കല്ലേ. ഇങ്ങനെ നമുക്ക് ഓരോന്നും വറുത്ത് കോരിയെടുക്കാം.